പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനന്റെ ചിന്താസരണികളിലെ ഒരു ഏടുമായി വായനാ വഴിയിൽ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഗീതപ്രഭയാണ്. ഭാരതീയ സംസ്കാരത്തിന്റെ അടിയൊഴുക്കുകളിൽ ഏറ്റവും പവിത്രവും നിർണായകവുമായ ഒന്നാണ് ഗുരുശിഷ്യ ബന്ധം. അറിവ് പകർന്നു നൽകുന്ന ആചാര്യനെ ദൈവതുല്യമായി കരുതുന്ന വലിയൊരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. എന്നാൽ കാലത്തിന്റെ പ്രയാണത്തിൽ സമൂഹത്തിനും ജീവിതശൈലികൾക്കും സാങ്കേതിക വിദ്യയ്ക്കും ഉണ്ടായ മാറ്റങ്ങൾ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തിനും വലിയ പരിവർത്തനങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രാചീന കാലത്തെ ഗുരുകുല രീതികൾ, ആധുനിക കാലഘട്ടത്തിലെ അധ്യയന സമ്പ്രദായങ്ങൾ, സാങ്കേതിക വിദ്യയുടെ സ്വാധീനം എന്നിവ സമഗ്രമായി പരിശോധിക്കുമ്പോൾ അന്നും ഇന്നും ഈ ബന്ധത്തിനുണ്ടായ മാറ്റങ്ങൾ നമുക്ക് വ്യക്തമാകും. പണ്ട് കാലത്ത് അറിവ് നേടുക എന്നത് കേവലം അക്ഷരാഭ്യാസമായിരുന്നില്ല, മറിച്ച് ജീവിതത്തെയും സംസ്കാരത്തെയും തൊട്ടറിയുന്ന പ്രക്രിയയായിരുന്നു. പ്രാചീന ഭാരതത്തിൽ നിലനിന്നിരുന്ന ഗുരുകുല സമ്പ്രദായം ഗുരുവും ശിഷ്യനും തമ്മിലുള്ള അവിഭാജ്യമായ ബന്ധത്തിന് അടിത്തറയിട്ടു. ശിഷ്യൻ സ്വന്തം വീട് വെടിഞ്ഞ് ഗുരുവിന്റെ ആശ്രമത്തിൽ താമസിച്ച് വിദ്യ അഭ്യസിച്ചിരുന്നു. ശാസ്ത്രം, ആയോധനകല, വേദങ്ങൾ എന്നിവയോടൊപ്പം ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാനുള്ള പ്രായോഗിക അറിവുകളും അവിടെ നൽകപ്പെട്ടു. ഗുരു നൽകുന്ന വാക്ക് അല്ലെങ്കിൽ ഉപദേശം ശിഷ്യന് പരമപ്രധാനമായിരുന്നു. ഗുരുവിനോടുള്ള ഭക്തിയും അനുസരണയുമായിരുന്നു അറിവിന്റെ അളവുകോൽ. ഗുരുകുല സമ്പ്രദായം ഇന്ന് വിദ്യാലയങ്ങളിലേക്കും കലാലയങ്ങളിലേക്കും മാറിയതോടെ ഗുരുശിഷ്യ ബന്ധത്തിന്റെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വന്നു തുടങ്ങി. അറിവ് എന്നത് ഗുരുദക്ഷിണയിലൂടെ നന്ദി രേഖപ്പെടുത്തിയിരുന്നതിൽ നിന്ന് കൃത്യമായ ഫീസ് നൽകി വാങ്ങുന്ന സേവനമായി മാറാനും തുടങ്ങി. 21-ാം നൂറ്റാണ്ടിൽ ആഗോളവൽക്കരണത്തിന്റെയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെയും വരവോടെ അധ്യാപനവും പഠനവും പൂർണ്ണമായും മാറിമറിഞ്ഞു. ഇന്ന് അധ്യാപകൻ അറിവിന്റെ ഏക ഉറവിടമല്ല, വിവരങ്ങൾ ഇന്റർനെറ്റിൽ എളുപ്പത്തിൽ ലഭ്യമാണ്. അതിനാൽ അധ്യാപകൻ ഇന്ന് വിജ്ഞാനം പകർന്നു നൽകുന്ന ആളെന്നതിനേക്കാൾ ഒരു മാർഗദർശിയോ ഉപദേശകനോ ആയി പ്രവർത്തിക്കുന്നു. പഴയകാലത്തെ ഭയവും അമിത വിധേയത്വവും മാറി ഇന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ കൂടുതൽ തുറന്ന ആശയവിനിമയവും സൗഹൃദവുമുണ്ട്. അതോടൊപ്പം വിദ്യാഭ്യാസം ഇന്ന് വലിയൊരു സേവന മേഖലയായി മാറിയിട്ടുണ്ട്. അധ്യാപകൻ സേവനദാതാവും വിദ്യാർത്ഥി ഉപഭോക്താവുമായി മാറുന്ന അവസ്ഥ പലയിടത്തും കാണാം. ഇത് പലപ്പോഴും പരസ്പരമുള്ള വൈകാരിക ബന്ധത്തിന്റെ ഊഷ്മളത കുറയ്ക്കുന്നു. സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ എന്നിവ വന്നതോടെ ഭൗതികമായ സാന്നിധ്യമില്ലാതെ തന്നെ പഠനം സാധ്യമാകുന്നുണ്ട്. സ്ക്രീനിലൂടെ മാത്രം കാണുന്ന അധ്യാപകനോട് വ്യക്തിപരമായ അല്ലെങ്കിൽ വൈകാരികമായ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നു. ഗുരുശിഷ്യ ബന്ധങ്ങളിലെ ഈ പരിണാമത്തിന് നല്ലതും ചീത്തയുമായ വശങ്ങളുണ്ട്. ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ ജനാധിപത്യപരമായ അന്തരീക്ഷമുണ്ട്. വിദ്യാർത്ഥികൾക്ക് സ്വന്തം കാര്യങ്ങൾ തുറന്നു പറയാനും ചോദ്യങ്ങൾ ചോദിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ശാരീരികവും മാനസികവുമായ ശിക്ഷാരീതികൾ ഇല്ലാതായി എന്നതും പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ്. ലോകത്തിന്റെ ഏത് കോണിലിരുന്നും മികച്ച അധ്യാപകരുടെ ക്ലാസുകൾ കേൾക്കാനുള്ള അവസരവും ഇന്ന് ലഭ്യമാണ്. എന്നാൽ അധ്യാപകരോടുള്ള ബഹുമാനത്തിലും അനുസരണയിലും ഉണ്ടാകുന്ന കുറവ് ഒരു വലിയ വെല്ലുവിളിയാണ്. കേവലം മാർക്കിനും ജോലിക്കും വേണ്ടി മാത്രം പഠിക്കുമ്പോൾ ജീവിത മൂല്യങ്ങൾ കൈമോശം വരുന്നു. യാന്ത്രികമായ പഠനത്തിൽ അധ്യാപകന്റെ സ്നേഹവും പ്രോത്സാഹനവും കുട്ടികൾക്ക് കൃത്യമായി ലഭിക്കാതെ പോകുന്നു എന്നതും ചിന്തിക്കേണ്ട വിഷയമാണ്. കാലം മാറുന്നതിനനുസരിച്ച് സമ്പ്രദായങ്ങൾ മാറുക എന്നത് സ്വാഭാവികമാണ്. ഗുരുകുല സമ്പ്രദായങ്ങളിലേക്ക് പൂർണ്ണമായി മടങ്ങിപ്പോകുക എന്നത് ഇന്നത്തെ ലോകത്ത് പ്രായോഗികമല്ല. സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും ഇന്റർനെറ്റിനും പകരം വയ്ക്കാൻ കഴിയാത്ത ഒന്നാണ് ഒരു നല്ല അധ്യാപകന്റെ മാതൃകയും സാന്നിധ്യവും. ശിഷ്യനെ വെറുമൊരു വിദ്യാർത്ഥിയായല്ല, മറിച്ച് സമൂഹത്തിന് ഉപകാരപ്രദമായ നല്ലൊരു മനുഷ്യനായി വാർത്തെടുക്കുന്ന ആളാണ് യഥാർത്ഥ ഗുരു. അതെ, പഴയ കാലത്തെ മനുഷ്യത്വവും മൂല്യങ്ങളും സ്നേഹവും ഇന്നത്തെ ആധുനിക ജനാധിപത്യ ചിന്തകളോടും സാങ്കേതിക വിദ്യയോടും ചേർത്ത് കൊണ്ടുപോകണമെന്നും, എങ്കിൽ മാത്രമേ ഭാവി തലമുറയ്ക്ക് അറിവും അതോടൊപ്പം സംസ്കാരവും പകർന്നു നൽകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന സന്ദേശമാണ് പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനൻ നമുക്ക് നൽകുന്നത്.
പ്രിയ സൗഹൃദങ്ങളെ, ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു പ്രഭാത ചിന്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.